ഹായ് കൂട്ടുകാരെ, വൈകുന്നേരത്തെ പണിക്കാർക്കുള്ള കാപ്പി പാർട്ട് 5ലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ, കുറേ തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് പണിക്കാർക്കുള്ള കാപ്പി കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. തേങ്ങ ചിരകി ചേർത്തിട്ടുണ്ട്, ഏലക്കയും ജീരകവും പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏത്തപ്പഴം 2 എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ അരച്ച് ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത്തപ്പഴ കുമ്പിളപ്പം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടല്ലോ, തെരളിയപ്പം, പൂച്ചയപ്പം, കുമ്പിളപ്പം. അപ്പോൾ നമ്മളിവിടെ കുമ്പിളപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മിക്സ് നമ്മൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു അരിപ്പ വെച്ച് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് കുഴയ്ക്കാൻ പോയാൽ പൊള്ളിപ്പോവും കേട്ടോ, ശർക്കരപ്പാനിക്ക് നല്ല ചൂടുണ്ട്. അപ്പം ഒന്ന് തണുത്തതിന് ശേഷം നമ്മളൊന്ന് കുഴച്ചെടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം ഞാൻ നല്ല രീതിയിൽ നമ്മൾ കുഴച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം കുമ്പിളില നമ്മൾ എടുത്തിട്ടുണ്ട്, അത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുമ്പിളില പലയിടത്തും പല രീതിയിലാണ് മടക്കുന്നത്. ഞാൻ ഈ രീതിയിലാണ് മടക്കുന്നത്, എനിക്കിങ്ങനെ മടക്കാൻ അറിയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈർക്കിലൊക്കെ കുത്തി വെച്ച് മടക്കിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതിലോട്ട് ഞാനിങ്ങനെ എടുത്തിട്ട് അതിൽ സ്പൂണ് കൊണ്ട് മാവ് നിറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തുമ്പ് അവിടെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുത്തി കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് എടുത്ത് വെക്കും. അങ്ങനെ ഒരു 10-12 നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പം അതെല്ലാം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് നോക്കാം. നല്ല ആവി പറക്കുന്നു, നല്ല സ്മെല്ല് കേട്ടോ, കുമ്പിളിലയുടെ സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനിടയിൽ ഞാൻ ഓൾറെഡി കാപ്പി ഇതേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പണിക്കാർക്ക് കൊടുക്കാനായിട്ട്. ഇനി നമ്മളിത് അവിടെ കൊണ്ട് കൊടുക്കണം. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേട്ടയും കൂടെ ഉണ്ട് കേട്ടോ. ചേട്ടയ്ക്ക് ഇന്ന് വർക്കില്ലായിരുന്നു, അതുകൊണ്ട് ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ വീടിൻ്റെ പണികൾ ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ജനൽ വർക്ക് നടക്കുന്നു. ഇന്ന് മഴ കുറവുണ്ട്, അപ്പോൾ പണിക്കാരൊന്നും കയറിയിട്ടില്ല കാപ്പി കുടിക്കാനായിട്ട്. അവരവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിനി അവിടെ കൊണ്ട് വെച്ചാൽ മതി, അവർ പിന്നെ വന്ന് എടുത്ത് കുടിച്ചോളും. വോയിസ് റെക്കോർഡിൽ കുറച്ച് അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ പണിക്കാരുടെ ശബ്ദങ്ങളാണ്. ഇത് എഡിറ്റ് ചെയ്തത് പുറത്ത് വെച്ചായിരുന്നു, അപ്പോഴാണ് ഇതിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് കേട്ടോ. അപ്പം 4 മണിക്ക് ഇവരോടൊപ്പം തന്നെ ഞങ്ങളും കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു കുമ്പിളപ്പം എടുത്ത് നോക്കി, ടേസ്റ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പം കഴിച്ച് നോക്കി കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഏത്തപ്പഴത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലും നല്ല ടേസ്റ്റുമായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.